റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ ഏകാന്ത തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും തടങ്കൽ അവസ്ഥയെക്കുറിച്ചും അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് മകൻ കാസിം ഖാൻ. വാർത്താ ഏജൻസിയായ പാകിസ്ഥാന്റെ തെഹ്രീക് ഇ ഇൻസാഫ് സ്ഥാപകനായ ഇമ്രാൻഖാന്റെ നിലവിലെ ഗുരുതര സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് 2023 ഓഗസ്റ്റ് 5-നാണ്. ആ സമയം ഇസ്ലാമാബാദ് വിചാരണ കോടതി തൊഷാഖാനെ നാഷണൽ ട്രഷറി കേസിൽ ഇമ്രാൻഖാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെയാണ് അദ്ദേഹത്തിന്റെ തടങ്കൽ ആരംഭിക്കുന്നത്. തുടർന്നുള്ള വിവിധ കേസുകളിലെ കുറ്റാരോപണങ്ങളും ശിക്ഷകളും കാരണം നിലവിൽ അദ്ദേഹത്തിന്റെ തടവുകാലം 1100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 3 വർഷത്തോളമായി അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. ബ്രിട്ടനിൽ നിന്ന് തന്റെ മൂത്ത സഹോദരൻ സുലൈമാൻ ഖാനോടൊപ്പം സംസാരിച്ച കാസിം ഖാൻ പിതാവിന്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതിനെ കുറിച്ചും കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം തങ്ങളോട് സംസാരിക്കാൻ പിതാവിന് അനുവാദം നൽകിയിട്ടില്ലെന്നും മാസങ്ങളായി അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണെന്നും കാസിം എക്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ എന്ത് തരം ചികിത്സയാണ് ലഭിക്കുന്നതെന്ന കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്നാണ് കാസിം ഖാൻ പറയുന്നത്. അടിയന്തരമായി അദ്ദേഹത്തിന് വിദഗ്ധ വൈദ്യസഹായം ആവശ്യമുണ്ട്. കുടുംബപരമോ അല്ലെങ്കിൽ നിയമപരമോ ആയ പിന്തുണ തടയപ്പെട്ടതിനാൽ പുറത്തു നിന്നുള്ള രണ്ടാമത്തെ ഒരു വിവരത്തെ പോലും ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും കാസിം ഖാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർച്ചയായ വേർപിരിയൽ ഉണ്ടാകുന്ന മാനസിക വിഷമവും കാസിം ഖാൻ പങ്കുവെക്കുകയാണ്. അടുത്തിടെയായി എനിക്ക് അച്ഛനെ വളരെ മിസ് ചെയ്യുന്നുണ്ട്. എന്റെ ക്രിക്കറ്റ് കളിയെക്കുറിച്ചും വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും കാണുന്ന പുതിയ സിനിമകളെക്കുറിച്ചുമെല്ലാം സാധാരണ പോലെ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അവരുടെ നേതാവിനെ തിരികെ വേണമെന്നതുപോലെ തന്നെ എനിക്കും എന്റെ അച്ഛനെ ആവശ്യമാണ് എന്നാണ് കാസിം ഖാൻ പറയുന്നത്. 2025 ഡിസംബറോടെ പാകിസ്ഥാൻ അധികാരികൾ ജയിലിലെ കൂടിക്കാഴ്ചകൾക്കും ആശയവിനിമയങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇമ്രാൻഖാൻ തന്റെ സഹോദരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ ജനറൽ അസീം മുനീറിനെ മാനസികമായി അസ്വസ്ഥനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അസ്ഥിരനായ മനുഷ്യൻ എന്ന് പരാമർശിച്ചതിന് പിന്നാലെയാണ് സന്ദർശകർക്ക് പൂർണ്ണ നിരോധനം വന്നത്. ആരോഗ്യ പ്രതിസന്ധിയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശാരീരിക നില വിലയിരുത്താൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പാകിസ്ഥാൻ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു. കൂടാതെ ലോകകപ്പ് തേജാവായ ക്യാപ്റ്റന് അർഹമായ ചികിത്സയും സുരക്ഷയും നൽകണമെന്നാവശ്യപ്പെട്ട് 14 മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ക്യാപ്റ്റന്മാർ ഒപ്പിട്ട മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ക്യാപ്റ്റന്മാരുടെ അപ്പീൽ എന്ന തുറന്ന കത്തും പാകിസ്ഥാൻ സർക്കാരിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജയിൽ ചട്ടങ്ങൾ അനുസരിച്ചുള്ള മുഴുവൻ വൈദ്യസഹായങ്ങളും ഇമ്രാൻഖാന് നൽകുന്നുണ്ടെന്ന് സർക്കാർ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമല്ലെന്ന് കുടുംബം വ്യക്തമാക്കുകയാണ്. വിശ്വസ്തരായ സ്വകാര്യ ഡോക്ടർമാരെ കാണാൻ അനുവദിക്കാത്തത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ വലിയ ഭീഷണിയാണെന്നും കുടുംബത്തിന്റെയും പാർട്ടി നേതാക്കളുടെയും പ്രധാനമായ ഒരു പരാതി വരികയാണ്.